ഹലോ, ഞാൻ ലിപിൻ. അപ്പം ഞാനിന്ന് ജിത്തു ജോസഫിൻ്റെ പടമായ നുണക്കുഴി സിനിമ കണ്ടേക്കാണ്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ഒരു മുഴുനീള കോമഡി പടം, അങ്ങനെ നുണക്കുഴീനെ പറയാൻ പറ്റുള്ളൂ. അതായത് ബേസിൽ ജോസഫ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ബേസിൽ ജോസഫിൻ്റെ ഭാര്യയായിട്ട് അതിൽ നിഖില വിമലാണ്. പക്ഷേ നിഖില വിമലിന് അധികം റോളുള്ളത് ഗ്രേസാണ്. അതൊക്കെ പടം കാണുമ്പോൾ മനസ്സിലാവും ആ ബന്ധം എങ്ങനെയൊക്കെയാണ് വന്നതെന്നൊക്കെ. അത് പടം കാണുന്നവർക്ക് മനസ്സിലാവും. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയില്ല. പക്ഷേ ഒരു കാര്യം പറയാം, ഒരു മുഴുനീള കോമഡി പടം, അതാണ് നുണക്കുഴി. പിന്നെ ഇതിൽ അഭിനയിച്ചതെന്ന് പറഞ്ഞാൽ നല്ലൊരു താരനിര തന്നെയുണ്ട്. അതായത് ബേസിൽ ജോസഫിനെ കൂടാണ്ട് ബൈജു, മനോജ് കെ ജയൻ, പിന്നെ സിദ്ദിഖൊക്കെ നല്ല രീതിയിൽ കോമഡി കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേ ഷൈജു കുറുപ്പ്, അങ്ങനെ നല്ല വലിയൊരു താരനിര തന്നെയുണ്ട്. പടം ഒരു രീതിയിലും നമുക്ക് മടുക്കില്ല. സാധാരണ ജിത്തു ജോസഫിൻ്റെ ഒരു ക്രൈം ത്രില്ലർ പോലുള്ള ഒരു പടമല്ലത്. അതായത് തുടക്കം കുറച്ച് കഴിയുമ്പോൾ ഇതിലൊരു ക്രൈമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതാണ് മറ്റേ ജിത്തു ജോസഫിൻ്റെ ബ്രില്യൻസ്. ആ ക്രൈം പുള്ളി കോമഡി രീതിയിൽ ലാസ്റ്റ് കൊണ്ടുപോയിട്ടുണ്ട്. മുഴുനീള പടം എന്തായാലും തിയേറ്ററിൽ പൂർണ്ണമായിട്ട് നമുക്ക് ചിരിച്ച് രസിക്കാവുന്ന ഒരു പടമാണ് നുണക്കുഴി. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫാമിലിക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. എന്തായാലും അഭിനയിച്ച എല്ലാവരും കൊള്ളാം. പടം കൊള്ളാം.